ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഞങ്ങളുടെ സംപൂജ്യ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃപ്പാദങ്ങളിൽ സമ്പൂർണ്ണ ദണ്ഡ നമസ്കാരം. ലോകത്തുള്ള മുഴുവൻ മുമുക്ഷുക്കൾക്കും വേദവ്യാസ ജയന്തി ഗുരുപൂർണിമ ജ്ഞാനാശംസകൾ. ഹരേ. പ്രിയ കുടുംബാംഗങ്ങൾക്ക് ആഷാഢമാസത്തിലെ പൗർണമി, വ്യാസപൂർണിമ, ഗുരുപൂർണിമയായി ഭാരതീയ സനാതനമായ ഋഷിപ്രോക്തമായ ഹൈന്ദവ സംസ്കൃതി അത്യാഘോഷപൂർവം ആഘോഷിക്കുകയാണ്. ഈ ഗുരുപൂർണിമ ദിവസം ഗുരു പരമ്പരകൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു ദിവസം സദാശിവ സമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആ ഗുരുപരമ്പരയുടെ മധുരമായ സ്മരണയ്ക്ക് മുന്നിൽ നൂറായിരം സ്നേഹ ദണ്ഡ വിനീത നമസ്കാരം. ആ സദാശിവനിൽ തുടങ്ങിയ ആ ചിന്താതീതമാണ് ഗുരുപരമ്പര. ഏവം പരമ്പര പ്രാപ്തം. പൂർണ്ണാവതാരമെടുത്ത ഭഗവാന്റെ പദങ്ങളാണിവ. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ഗുരുവിനുള്ള സ്ഥാനം നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഈ വ്യാസ ഭഗവാന്റെ ജയന്തിയാണ് ഗുരുപൂർണിമയായി നാം ആഘോഷിക്കുന്നത്. സത്യവതിയുടെയും പരാശര ഋഷിയുടെയും പുത്രനായി കൃഷ്ണദ്വൈപായനൻ നമ്മുടെ ഇടയിൽ അവതരിച്ചു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ തപോവൈ ബ്രഹ്മനിധയേ. അപ്പോൾ ആ ഗുരുപരമ്പര, അതിൽ വേദവ്യാസ ഭഗവാൻ നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായ നമോസ്തുതേ വ്യാസ വിശാലബുദ്ധി. ആ വിശാലബുദ്ധിയായ വേദവ്യാസ ഭഗവാൻ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏനത്വയ ഭാരത തൈലപൂർണ പ്രജ്വാലിത ജ്ഞാനമയപ്രദീപ. ഓരോ മനുഷ്യനെയും അവൻ്റെ മനസ്സിൽ കടന്ന് ജ്ഞാനമയമായ ദീപം പ്രകാശിപ്പിക്കുന്നവനാണ് വേദവ്യാസ ഭഗവാൻ. ബാദരായണൻ, ബാദരായണി എന്ന രണ്ട് വാക്കുകൾ കൂടെയുണ്ട്. ബദരീനാഥനിൽ നിന്നും അവതരിച്ച് ബദരീനാഥനിൽ ലയിച്ചു ചേർന്ന ആ വൈഷ്ണവ അവതാരം. ബദരീനാഥ എൻ്റെ അനുജനവിടെ HH റാവൽ മഹാരാജ് ആയിരുന്നു. എൻ്റെ അച്ഛനവിടെ അസിസ്റ്റൻ്റ് റാവൽ മഹാരാജ്
ആയിരുന്നു. അപ്പോൾ ആ ബദ്രീനാഥിൻ്റെ അടുത്തുള്ള സരസ്വതി നദിയുടെ തീരത്ത് മനാഗ്രാമം, ഈ ഗ്രാമത്തിലാണ് വേദവ്യാസ ഭഗവാൻ ഈ വേദങ്ങളെ 4 വിഭജിക്കുന്നത്. അങ്ങനെയുള്ള വേദങ്ങളെ 4 തരംതിരിച്ച ആ വേദവ്യാസ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ ജയന്തിയാണ് വ്യാസപൂർണിമയായി നാം ആഘോഷിക്കുന്നത്. ഭാരതീയ സനാതന സംസ്കൃതിയിൽ അമ്മയാണ് ആദ്യ ഗുരു. നമുക്കറിയാം, നമ്മുടെ ജീനെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകളാണ്, ഇൻഫോർമേഷനുകളാണ് നമ്മളായി രൂപാന്തരപ്പെടുന്നത്. ആ ഇൻഫോർമേഷൻ അമ്മ നൽകിയ സോഫ്റ്റ്വെയറാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയാണ് ആദ്യ ഗുരു. പിന്നീട് നമുക്ക് 5 ഗുരുക്കന്മാരാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ജനിതാച ഉപനീതാച യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാത ഭയത്രാത ഗുരുവേ പഞ്ചൈത. 5 വിധത്തിലുള്ള ഗുരുക്കന്മാരാണ്. അതിൽ 1 ജന്മം നൽകിയ അമ്മയും, 2 ജനിതാച ഉപനീതാച ഉപനയനം നൽകിയ അച്ഛൻ. ഉപനയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണ്. ഉപനയനം രണ്ടാമതുള്ള ഇത് മാംസചക്ഷുഷ, ഇതിനകത്തുള്ള ജ്ഞാനചക്ഷുഷ തുറന്നു നൽകിയ ഉപനയനം ചെയ്ത അച്ഛൻ. ജനിതാച ഉപനീതാച യസ്തു വിദ്യാം പ്രയച്ഛതി. 3ാമത് വിദ്യ. എന്താണ് വിദ്യ? സ വിദ്യ വിമുച്യതേ, ദുഃഖത്തിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്തുന്ന എന്തൊക്കെ വിദ്യകൾ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഗുരുപരമ്പരയ്ക്കും സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം. അത് LKG മുതൽ എൻജിനീയറിങ് മുതൽ ഡോക്ടറേറ്റ് എന്തൊക്കെ നമ്മളെ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഗുരുപരമ്പര. അങ്ങനെ നമ്മളെ ജീവിതം പഠിപ്പിച്ച നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അങ്ങനെ ആരൊക്കെയുണ്ടോ അവർക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ അന്നദാത, നമുക്ക് അന്നം നൽകുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും റിലയൻസ് സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ റേഷൻ കടയും എല്ലാം അതാണ് ആ ഒടുവിൽ എത്തിച്ചേരുന്നത്. ഈ ഭൂമി മാതാവാണ്. സർവ ഔഷധികളും നമുക്ക് വേണ്ടി ഒരുക്കിയ ആ ഭൂമി മാതാവാണ് നമ്മുടെ ഗുരു. പിന്നെ ഭയത്രാത, നമ്മുടെ ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്ന നമ്മുടെ ഗൃഹം നമ്മുടെ ഗുരുവാണ്. അതുപോലെ തന്നെ അഭയവരദങ്ങൾ നൽകിക്കൊണ്ട് അയ്യപ്പസ്വാമി ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഗുരുവാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഭയത്തിൽ അവിടെ പോയി നിർഭയത്തോടുകൂടി തിരിച്ചു വരുന്ന ഹോസ്പിറ്റലുകൾ, പിന്നെ ഡോക്ടർ ദേവന്മാർ, ഇവരെല്ലാവരും ഗുരുക്കന്മാരാണ്. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ 26 ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ ഒരു വേശ്യ പോലും ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഗുരുക്കളാണ്. ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം എന്ന് പറഞ്ഞ പിങ്കള പോലും നമ്മുടെ ഗുരുക്കന്മാരാണ്. അങ്ങനെ ആ ഗുരുപരമ്പര അത് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗുരും പങ്കും ലംഘയതേ യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. മാധവം മായേ ധരിച്ചവൻ, ബുദ്ധിയെ ധരിച്ച ആ മാധവൻ നമ്മുടെ മഹാഗുരു. അപ്പോൾ ഗുരുക്കന്മാരെ സ്മരിക്കാൻ നമുക്ക് ഒരു ദിവസമാണ് ഋഷിപ്രോക്തമായി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മുടെ അച്ഛനും
അമ്മയുമാണ് നമ്മുടെ കൺകണ്ട ഗുരു. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. ഈ സംസ്കൃതി നാം പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. ഈ ഗുരുവിനെയും ഗുരുത്വത്തെയും ഗുരുപൂർണിമയെയും നമ്മുടെ സംസ്കാരത്തെയും വരും തലമുറയെ ഹൈന്ദവ സംസ്കൃതി പഠിപ്പിക്കണം. കാരണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അനാഥാലയങ്ങളുടെ പറുദീസയായി മാറിയിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 1% താഴെയാണ്. കാരണം ഇസ്ലാം മതം നിഷിദ്ധമാണ് അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കുന്നത്. ക്രിസ്തുമതം അതിലേറെ നിഷിദ്ധമാണ്. അവർക്ക് പള്ളിയിൽ നിന്നും അവർക്കെതിരായി ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് അച്ഛനെയും അമ്മയെയും അവർ പരിപാലിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളായ ജന്തുക്കൾ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗുരുവായൂരിൽ അച്ഛനെയും അമ്മയെയും നട തള്ളുന്ന മക്കളായി അധപ്പതിച്ചിരിക്കുകയാണ് ഈ ഹിന്ദു സമൂഹം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ജീവിതത്തിൻ്റെ സായംകാലത്ത് അഗതി മന്ദിരത്തിലും അനാഥാലയത്തിലും കൊണ്ട് തള്ളിവിടാതിരിക്കാൻ മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ ഈ വേദ സംസ്കൃതി അവരെ പഠിപ്പിക്കണം. അതിനെ തുളസീദാസ് പറയുന്നു, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഗുരുവും പരമേശ്വരന് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പരമേശ്വരനോട് ഇത്തിരി മാറി നിൽക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഞാൻ എൻ്റെ ഗുരുവിനെ നമസ്കരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും നമസ്കരിക്കും. അതിനുശേഷം ഞാൻ പരമേശ്വരനെ നമസ്കരിക്കും. അപ്പോൾ പരമേശ്വരൻ ചോദിക്കും, എന്താ മണികണ്ഠ നീ ആദ്യം ഗുരുവിനെ നമസ്കരിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മറുപടി പറയും, അല്ലയോ പരമേശ്വര, എനിക്ക് എൻ്റെ അമ്മയുടെ മാഹാത്മ്യം എന്നെ പഠിപ്പിച്ചത് ഈ ഗുരുവാണ്. എൻ്റെ പിതൃത്വത്തിൻ്റെ മഹനീയത എന്നെ പഠിപ്പിച്ചത് ഈ ഗുരുവാണ്. ഹേ പരമേശ്വര, അങ്ങാരാണെന്ന് വ്യക്തവും ശുദ്ധവും കൃത്യവുമായി എൻ്റെ ബുദ്ധിയിൽ എൻ്റെ ബോധത്തിൽ സഹസ്ര കോടി സൂര്യ ചൈതന്യമായി തെളിയിച്ച് തന്നത് ഈ ഗുരുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ഗുരുവിനെ നമിച്ചത് എന്ന് പറയും. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ സംപൂജ്യ ഗുരുദേവനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊള്ളുന്നു. എനിക്ക് 2 ഗുരുപരമ്പരയാണ് ഉള്ളത്. സദാശിവ സമാരംഭാം അങ്കിരസ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനിൽ തുടങ്ങി അങ്കിരസ ഋഷിയിലൂടെ, എൻ്റെ മുതുമുത്തശ്ശന്മാരിലൂടെ, എൻ്റെ അച്ഛനിലൂടെ എന്നിലെത്തിയ അങ്കിരസ ഗോത്ര വൈദിക സംസ്കൃതി നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. കൃഷ്ണ യജുർവേദിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനും മുൻ ശബരിമല മേൽശാന്തിയുമായ എൻ്റെ അച്ഛൻ, ആ ഗുരുപരമ്പരയുടെ മുന്നിൽ സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം. ഇനി ഈ പരമ്പരയിൽ ജ്ഞാന പരമ്പരയിൽ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി തപോവനാനന്ദ സ്വാമികളിലൂടെ, സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അസ്മദാചാര്യപര്യന്താം എൻ്റെ ഗുരുവായ സ്വാമി
സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഇദ്ദേഹം ഭവിച്ചതാണ്, അനുഗ്രഹമാണ്, സ്നേഹമാണ്, സത്യമാണ്, ജ്ഞാനമാകുന്നു എൻ്റെ എല്ലാമായ എൻ്റെ സംപൂജ്യ ഗുരുദേവ്. ആ ഗുരുമുഖത്തിൽ നിന്നും ബാഹ്യ ആഭ്യന്തര ജ്ഞാനവും അകത്തും പുറത്തുമുള്ള അറിവുകൾ നൽകി പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് എൻ്റെ ഉള്ളിലുള്ള സച്ചിദാനന്ദ സ്വരൂപമായ എന്നെ തൊട്ടുണർത്തിയ എൻ്റെ ആ ഗുരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചേതോ വികാരമാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും 1180 ഉപനിഷത്തുക്കൾ, അതിൽ നിന്നും ദശോപനിഷത്തുക്കൾ ശങ്കര ഭാഷ്യത്തിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു സംപൂജ്യ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. ഈശകേശകഠ പ്രശ്ന മുണ്ടമാണ്ഡൂക്യ തൈത്തിരി ഐത്തിരീയം ചാന്തോക്യം ബൃഹദാരണ്യകം തഥാ. ഇങ്ങനെ 10 ഉപനിഷത്തുക്കളും ആ മുഖത്ത് നിന്നും തേനിൽ മുക്കിയ കൽക്കണ്ടം പോലെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. വേദങ്ങളും ബ്രഹ്മസൂത്രവും ഭാഗവതവും യോഗവാസിഷ്ഠവും പഞ്ചദശിയും അധ്യാത്മരാമായണവും അതുപോലുള്ള ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഊടും പാവുമായ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ എൻ്റെ സംപൂജ്യ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എന്നെ പഠിപ്പിച്ചു. അഥർവവേദത്തിൽ ഗുരു എന്ന വാക്കിനർത്ഥം ഈ തൃപ്പാദങ്ങൾ വെച്ച് നമ്മൾ പൂജിക്കുന്നത് ആ ഗുരുപരമ്പരയുടെ തൃപ്പാദങ്ങളാണ്. ആ പാദത്തിൽ ജനിച്ച് ആ പാദത്തിൽ വളർന്ന് ആ പാദത്തിൽ ലയിക്കുന്നു. അപ്പോൾ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, കുപ്പിയല്ല, കുപ്പിക്കകത്തുള്ള മരുന്നാണ്. അതുപോലെ ഗുരുവല്ല, ഗുരുവിൻ്റെ അകത്തുള്ള ഈശ്വരീയതയാണ് അറിവായി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അഥർവവേദത്തിൽ പറയും ഗുരു എന്ന വാക്കിന് മരണം എന്നുള്ളതാണ് അർത്ഥം. അതായത് ദുഃഖ ദുരിതത്തിൽ ജീവിക്കുന്ന അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ അറിവില്ലായ്മയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ആ വ്യക്തിക്ക് മരണം സംഭവിക്കുകയും പിന്നെ വ്യക്തിത്വത്തിലോട്ട് കൈപിടിച്ചുയർത്തുന്നതാണ് ഗുരു. അതുകൊണ്ട് തേജ ഓം നമഃ പരമഋഷിഭ്യോ നമഃ. അഥർവവേദം പറയും ചേത തേജ തമർച്ചയന്ത. അല്ലയോ മഹാഗുരു, അങ്ങയെ ഞാൻ എപ്പോഴും അർച്ചിക്കുന്നു. പിതായോസ്മാകം, എൻ്റെ പിതാവ് തന്നെയാണ്, എൻ്റെ പിതാവ് തന്നെയാണ്, എൻ്റെ അച്ഛൻ തന്നെയാണ്, എൻ്റെ പിതാവ് തന്നെയാണെന്ന് അഥർവവേദം ഊട്ടി ഉറപ്പിക്കുന്നു ഗുരുവിനെ. ആ ഗുരു നമ്മളെ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ലോകത്തിലേക്കാണ് കൈപിടിച്ചുയർത്തുന്നത്. അതിന് പ്രാക്ടിക്കൽ വിശുദ്ധമായ മഹാഭാരതത്തിലെ ശാന്തിപർവത്തിലെ ഭഗവത്ഗീത ഗുരുമുഖത്ത് നിന്ന് പദാനുപദം പഠിക്കാനുള്ള അസുലഭമായ ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. ഗുരു പഠിപ്പിക്കുന്നു. അതിൽ അർജുനനെ പോലെയാകണം മണികണ്ഠ ജീവിതത്തിൽ എന്ന് പറയും. എന്താണ്? കർപ്പണ്യദോഷോപഹത സ്വഭാവാത് പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. അർജുനൻ ഭഗവാനോട് പറയുന്നു, എനിക്ക് കാർപ്പണ്യദോഷം ആകാശത്ത് കാർമേഘം വന്നടിഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ അജ്ഞാനമാകുന്ന കർട്ടൻ ഇട്ടിരിക്കുകയാണ്.
അത് മാറ്റി എന്നെ ശിഷ്യനായി ഭഗവാൻ സ്വീകരിച്ച് ശാധിമാം ത്വാം പ്രപന്നാം. ഇതാണ് ഞാൻ എൻ്റെ ഗുരുപരമ്പരയുടെ മുന്നിൽ വെക്കുന്നത്. എൻ്റെ ഗുരുവിൻ്റെ മുന്നിലും വെക്കുന്നത് ഇതുതന്നെയാണ്. വാസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അതുകൊണ്ടാണ് കൃഷ്ണൻ ജഗദ്ഗുരുവായി ഉയരുന്നത്. നമുക്കറിയാം ശ്രീമദ് ഭാഗവതത്തിൽ തുടങ്ങാൻ തന്നെ കുന്തി സ്തുതിയാണ്. കുന്തി മാതാവ് കൃഷ്ണനോട് പറയുന്നു, വിപദ സന്ത്വനതത്വ തത്ര തത്ര ജഗദ്ഗുരു എന്നുള്ളതാണ് പറയുന്നത്. ജഗദ്ഗുരുവായ കൃഷ്ണ എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഗുരുത്വത്തിൻ്റെ മഹനീയത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെൻ്റെ ജീവിതത്തിലെ അസ്മദാൻ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം എന്താണെന്ന് ദുഃഖ ദുരിതാഗ്നിയിൽ വീണ് ഞാൻ വീഴാതെ, ദുഃഖ ദുരിതാഗ്നിയിൽ വീണ് എരിതീയിൽ വീഴാതെ എന്നെ സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്നതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് എൻ്റെ ഗുരു. അപ്പോൾ ദുരിതം എന്ന് പറയുന്നത് ശരീരത്തിലാണ് തിരുമേനി. ദുരിതം, ദുഃഖം മനസ്സിലാണ്. ശരീരത്തിന് അസ്ഥി ജായതേ വർദ്ധതേ വിപരീതമതേ അപക്ഷീയമതേ നശ്യതി, ഈ വികാരങ്ങളുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് നാശം വരും, ശരീരത്തെ വേറെയായി കാണൂ. ദുഃഖം മനസ്സിന് ഏൽക്കാതിരിക്കാൻ ഈ ശാസ്ത്രങ്ങൾ പഠിച്ചാൽ മതിയെന്ന് എൻ്റെ ഗുരു എപ്പോഴും എന്നോട് ഓർമ്മിപ്പിക്കും. എന്തിനാണ്? അറിവും കഴിവും മനഃശക്തിയും മനോവികാസവുമുള്ള വ്യക്തിത്വത്തിലോട്ട് ഉയരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ ജീവിക്കാം. അപ്പോൾ ജീവിതം, ബാലൻസ്ഡ് ജീവിതത്തിന് ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, പിന്നെ ശിഷ്യധർമ്മം, പിന്നെ പൗരധർമ്മം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിലോട്ട് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് ഗുരുത്വാധിഷ്ഠിത വ്യക്തിത്വം. നമുക്ക് ഇപ്പോൾ ഭാരതീയ ഋഷീശ്വരന്മാരുടെ പ്രത്യേകത, അവർ നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് ശിഷ്യനായി കൈപിടിച്ചുയരുന്ന് ഗുരുവാക്കി വളർത്തിയെടുക്കുന്ന സംസ്കൃതിയുടെ പേരാണ്. കാരണം ശിഷ്യൻ്റെ ചോദ്യവും ഗുരുവിൻ്റെ വ്യക്തമായ ഉത്തരവുമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. അതിന് പൂർവപക്ഷം എന്ന് പറയും. ഉപനിഷാദയതി ഉപനിഷത്തുകൾ അടുത്ത് കീഴ്മയോടുകൂടിയിരുന്ന് പാദങ്ങളിൽ ലയിച്ചു ചേർന്ന് ഗുരുമുഖത്ത് നിന്ന് ജ്ഞാനം അഭ്യസിക്കുന്ന സംസ്കൃതിയാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിൽ കുട്ടികളെ വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും കുട്ടികളെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഈ സംസ്കൃതി അവരിലോട്ടെത്തിക്കുന്നു. വ്യക്തിത്വ വികാസമാണ് ഇതിൻ്റെ ലക്ഷ്യം. ബ്രഹ്മാനന്ദം നമുക്കറിയാം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചനം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തന്നമാമീം. ആ ഗുരു ഏതാണ്? ബ്രഹ്മാനന്ദമാണ്, പരമമായ ആനന്ദമാണ്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിയും, ഇത് അറിവാകുന്ന മൂർത്തിയാണ്. രണ്ടില്ലാത്ത ദ്വന്ദ്വാതീതം ഗഗനസദൃശം. ആ അറിവെന്താണ്? നീലാകാശം പോലെ അനന്തമാണ്. തത്വമസ്യാദി ലക്ഷ്യം. ചാന്തോക്യ ഉപനിഷത്തിലെ സാമവേദത്തിലെ മന്ത്രമാണ്
തത്വമസി മഹാവാക്യം അതിരുന്ന ശിഷ്യനെ സ്നേഹത്തോടുകൂടി ഗുരു നെഞ്ചോട് ചേർത്ത് അവനെ ഉയർത്തുന്നതാണ്. അപ്പം ഏകമാണിത്, ഇന്നലെയും ഇന്നും നാളെയുമുള്ള നിത്യമാണ്, വിമലമാണ്, മലമില്ലാത്തതാണ്. ഏകം നിത്യം അചലമാണ്, ചലിക്കാത്തതാണ്. സർവധി സാക്ഷിഭൂതം, എല്ലാത്തിൻ്റെയും സാക്ഷിയായി അവനവൻ്റെ ബുദ്ധിയിൽ നിൽക്കുന്ന ഭാവാതീതമായ ത്രിഗുണരഹിതമായ ആ സദ്ഗുരുവാണ്. ആ സദ്ഗുരുവാകുന്ന ചൈതന്യമാണ് എൻ്റെ ഗുരുവായി എന്നെ ഈ ജ്ഞാനമാകുന്ന അറിവാകുന്ന സമുദ്രത്തിലോട്ട് നീന്തി തുടിക്കാൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ശ്രീ ശങ്കര ഭഗവത്പാദർ, ശങ്കരാചാര്യർ, സാക്ഷാൽ പരമേശ്വരൻ തന്നെ ശങ്കരാചാര്യരായിട്ട് ഇവിടെ അവതരിച്ചു. ഇവിടെ ഈ പിറവത്ത് പിറവി കൊണ്ട് കാലടിയിൽ കാലുകൾ വെച്ച് നടന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്നും 8ാമത്തെ വയസ്സിൽ ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആധുനിക മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കില്ല. 8ാമത്തെ വയസ്സിൽ ഈ കേരളത്തിൽ നിന്നും നടന്ന് കാൽനടയായി അദ്ദേഹം എത്തിയത് മധ്യപ്രദേശിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഗുരുമുഖത്ത് നിന്നും അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഗുരു ഇഷ്ടമുള്ളൊരു ഭാഷ്യം എഴുതാൻ വേണ്ടി പറഞ്ഞു. പിറ്റേ ദിവസത്തെ രാവിലേക്കും അദ്ദേഹം എഴുതിയ ഭാഷ്യമാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം. അതിൽ 40ഓളം മന്ത്രങ്ങൾ റഫറായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും അത്ഭുതകരമായ രീതിയിൽ ഭാഷ്യം കൊടുത്തു. അതിൻ്റെ തുടക്കത്തിൽ ആദ്യം എഴുതുന്നതാണ്: സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. അല്ലയോ ഗുരുവേ, അങ്ങ് എൻ്റെ ബുദ്ധിസാക്ഷിയായി നിൽക്കണം. ഇതേ ആഗ്രഹമാണ് എനിക്കും. എൻ്റെ ഗുരുവായ സദ്ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ എൻ്റെ ബുദ്ധിസാക്ഷിയായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം വടതരോർമൂലെ വൃദ്ധ ശിഷ്യ ഗുരുർ യുവ ഗുരുസ്ഥു മൗനം വ്യാഖ്യാനം ശിശുസ്ഥു ചിഹ്ന സംശയ. ഗുരു യുവാവായിട്ടും ശിഷ്യന്മാർ വൃദ്ധരായിട്ടും നിൽക്കുമ്പോൾ ഗുരുസ്ഥു മൗനം വ്യാഖ്യാനം, ഗുരു ആ മൗനിയായി എല്ലാത്തിനും ബുദ്ധിയിൽ ബോധത്തിൽ വ്യാഖ്യാനം നൽകി ശിഷ്യൻ്റെ എല്ലാ സംശയങ്ങളും മാറ്റിത്തരുന്നു. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയെ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയെ നമ. ഇങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വളരാം, നമുക്കുയരാം, നമ്മുടെ ബുദ്ധിയെ വളർത്താം, ബുദ്ധിയെ ഉയർത്താം. ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. ഇതിന് നമ്മൾ ആദ്യം പഠിക്കണം. മദ്യവും മയക്കുമരുന്നിലും ലഹരി തേടി തകരുന്ന ഒരു ആധുനിക തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ മദ്യവും മയക്കുമരുന്നും ഉള്ള ശവം കുഴിച്ചിടേണ്ട, ശവം പുഴുങ്ങി തിന്നുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ വളരുന്നത്. ഈ അപകടകാരിയായ ടൈം ബോംബ് പോലെ വളരുന്ന മദ്യവും മയക്കുമരുന്നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കാൻ ഗുരുത്വാധിഷ്ഠിതമായി വളർത്തണം. ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഹാത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അങ്ങനെയുള്ള നമ്മുടെ ഗുരു, ഈ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുകയാണ് ഗുരുപരമ്പരയുടെ ധർമ്മം. ഇതാണ് വ്യാസ ഭഗവത്പാദ പരമ്പര. വ്യാസൻ എന്ന് കേൾക്കുമ്പോൾ ആ വ്യക്തി അവതരിച്ച് പിന്നീട് അദ്ദേഹം നമ്മുടെ മനസ്സിനെയാണ് വികസിപ്പിക്കുന്നത്. നമ്മളെ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിക്കണം. നമ്മുടെ ബുദ്ധിയാണ് ഇത് വികസിപ്പിക്കുന്നത്. അപ്പോൾ വികസനമാണ്, വികസനാധിഷ്ഠിതമായ തത്വസംഹിതയാണിത്. മനോവികാസമാണ് ജീവിത ലക്ഷ്യം.
മനോവികാസമാണ് ജീവിത ലക്ഷ്യമെങ്കിൽ നമ്മുടെ മക്കളെ പ്രൊഫഷണലുകളായി ആക്കി വളർത്തിയെടുക്കണം. എല്ലാ അൾട്രാ മോഡേൺ ടെക്നോളജികളും എല്ലാ അത്ഭുത വിദ്യാഭ്യാസങ്ങളും എല്ലാ AI-യും എല്ലാം അവരെ പഠിപ്പിക്കണം. ഒപ്പം ഈ വേദങ്ങളും ഈ ഉപനിഷത്തുക്കളും ഈ ഭഗവത്ഗീതയും ഈ നമ്മുടെ ഹൈന്ദവ ധർമ്മങ്ങളും അവരെ പഠിപ്പിക്കണം. കാരണം വേദവ്യാസ ഭഗവാൻ നമുക്കായി എഴുതിയത് മഹാഭാരതമാണ്. നമുക്കറിയാം, മഹാഭാരതത്തിലാണ് ശാന്തിപർവം, അതിനകത്താണ് ഭഗവത്ഗീത. ഏറ്റവും അൾട്രാ മോഡേണായിട്ട് ലോകത്തുള്ള മുഴുവൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ജീവിതമാകുന്ന മാനേജ്മെൻറ്റാണ് ഇതിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഠിക്കണം, നിങ്ങൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതാണ് ഗുരുപൂർണിമയുടെ ലക്ഷ്യം. വേദവ്യാസ ഭഗവാൻ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും യോഗവാസിഷ്ഠവും ബ്രഹ്മസൂത്രവും നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി കരുത്തുറ്റ ഊർജ്ജസ്വലമായ ഒരു സമൂഹത്തെ വളർത്താൻ വേണ്ടി അദ്ദേഹം നമുക്കായി എഴുതി. കർക്കിടക മാസത്തിൽ ഇപ്പോൾ രാമായണ മാസമാണ്, അധ്യാത്മ രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ. അദ്ദേഹം അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റി എന്ന് മാത്രമേ. വേദവ്യാസ ഭഗവത്പാദ വിരചിതമാണ് അധ്യാത്മ രാമായണം പോലും. അപ്പോൾ ഈ സംസ്കൃതി ജാതി മത വർണ്ണ വർഗരഹിതമായ ഒരു സംസ്കൃതിയാണ് സനാതന ഹൈന്ദവ സംസ്കൃതി. ഈ ഗുരുത്വാധിഷ്ഠിതമായ ഗുകാരോ അന്ധകാരസ്യ രുകാരോ തദ് നിരോധിത, അന്ധകാരവും അന്ധവിശ്വാസവും അനാചാരവുമില്ലാത്ത ഒരു സംസ്കൃതി, അതായിരിക്കട്ടെ ഈ ഗുരുപൂർണിമയുടെ ലക്ഷ്യം. അത് നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം, നമ്മളത് പഠിപ്പിക്കണം. അപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനിലേക്കുള്ള ഉയർച്ചയാണ് ഗുരുപരമ്പരയുടെ ലക്ഷ്യം. കൈപിടിച്ചുയർത്തുകയാണ് ശൂദ്രൻ. എന്ന് വെച്ചാൽ അപൂർണതയിലാണ് ജനിക്കുന്നത്. ബാഹ്യ ആഭ്യന്തര അശൗചോ, വൃത്തിയില്ലാത്ത, അതായത് ശരീരത്തിലൊക്കെ ബ്ലഡും അഴുക്കും കൊഴുപ്പും അതും ഇതായിട്ടുള്ള ലിക്വിഡൊക്കെ ആയിട്ട് അകത്താഴ്ച അപൂർണമായ സോഫ്റ്റ്വെയറും അവിടെ നിന്നും പൂർണ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. അതാണ് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം നൽകി നമ്മളെ ഉയർത്തുന്നതാണ് ഗുരു. അപ്പോൾ മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് നമ്മുടെ ഗുരു. അത് എൻ്റെ ജീവിത അനുഭവമാണ്. അപ്പോൾ മനുഷ്യത്വത്തിൽ നിന്നും മാനുഷിക മൂല്യങ്ങളിലേക്കാണ് കൈപിടിച്ചുയർത്തുന്നത് ഗുരു. അപ്പോൾ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും മനുഷ്യദേവനാക്കി ഉയർത്തുകയാണ് നമ്മുടെ ഗുരു. ഞാനിതെൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൽ നിന്നും പൂർണ്ണബോധായതേ നമ. നമുക്കറിയാം, നമ്മുടെ ഗുരുപരമ്പരയിൽ സ്വാമി ഉദ്ദീ ചൈതന്യജി എൻ്റെ കുടുംബ സുഹൃത്തും എൻ്റെ സഹോദര തുല്യവും എന്നെ ഒരുപാട് ഭാഗവതം മുതലായ കൃതികൾ പഠിപ്പിക്കുകയും ചെയ്ത സംപൂജ്യ ഗുരുവായ അദ്ദേഹം എപ്പോഴും പറയും പൂർണ്ണബോധായതേ നമ. അപ്പോൾ അപൂർണതയിൽ നിന്നും സമ്പൂർണതയിലേക്കും, സമ്പൂർണതയിൽ നിന്നും പരിപൂർണതയിലേക്കും, പരിപൂർണതയിൽ നിന്നും അനന്തതയിലേക്കും, അനന്തതയിൽ നിന്നും പരമാനന്ദത്തിലേക്കും നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് ഗുരുപരമ്പര. അതാണ് ഗുരുത്വം. അപ്പോൾ സമ്പൂർണ്ണ ബോധശക്തിയാണ് ഞാൻ എന്ന് എനിക്ക് തിരിച്ചറിവ് ലഭിച്ചത് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ശ്രീകൃഷ്ണ പരമാത്മാവും കുചേലനും സാന്ദീപിനി ആശ്രമത്തിൽ പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരാൻ സാധിച്ചത്. ഗുരുരനുഗ്രഹം നാന്യഃപുമാൻ പൂർണ്ണ പ്രശാന്തയെ. പൂർണ്ണമായ പ്രശാന്തി, പൂർണ്ണമായ ശാന്തി, പൂർണ്ണമായ സന്തോഷം, പൂർണ്ണമായ ജീവിതം, ജീവിതത്തിൻ്റെ പൂർണ്ണത. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അങ്ങനെ സന്തോഷ സംതൃപ്ത ജീവിതമാണ്
ഈ ഗുരുപരമ്പര നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്നെ ഞാനാക്കി വളർത്തിയ ആ ഗുരുപരമ്പരയുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപൂർണിമ സ്നേഹ ആശംസകൾ. നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങളിത് അനുഭവിച്ച ഈ സുഖം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഏതായാലും ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് നിങ്ങളെന്ന് തിരിച്ചറിയണം. കാരണം ആ ഗുരുപരമ്പരയുടെ ഒരു ഭാഗമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചത് അസ്മദാചാര്യപര്യന്താം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ജയ് ഗുരുദേവ്. സ്വാമിയെ ശരണമയ്യപ്പ.